ക്ഷേമ പെൻഷൻ 3000-ആക്കാൻ സർക്കാരിൻ്റെ തുടക്കം. എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ 3000-ആയി ഉയർത്തുമെന്ന പ്രഖ്യാപനം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സർക്കാർ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചോ? ഇന്ന് ലഭ്യമായ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ 3000-ആയി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴും വിതരണം ചെയ്യുന്നത് 2000 തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ 3000 പെൻഷൻ നടപ്പാക്കുന്നതിനുള്ള ചില പ്രധാന നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അത് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഗുണഭോക്താക്കളുടെ സമഗ്ര പരിശോധന. സർക്കാർ അറിയിച്ചിരിക്കുന്നത് നിലവിലുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പൂർണ്ണമായി പരിശോധിക്കുമെന്നാണ്. എന്തിനാണ് ഈ പരിശോധന? സർക്കാരിൻ്റെ വിശദീകരണം അനുസരിച്ച് ചില അർഹതയില്ലാത്ത ആളുകൾ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ടാകാമെന്നും അതേസമയം യഥാർത്ഥത്തിൽ അർഹരായ ചിലർ ഇപ്പോഴും പദ്ധതിക്ക് പുറത്തായിരിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ എല്ലാ രേഖകളും വീണ്ടും പരിശോധിച്ച് അർഹരായവരെ ഉറപ്പാക്കുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? കേരളത്തിൽ ഏകദേശം 62 ലക്ഷം ആളുകളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ഈ വലിയ പദ്ധതിയിൽ മാസം 1000 വീതം അധികമായി നൽകണമെങ്കിൽ സർക്കാരിന് പ്രതിമാസം 100 കണക്കിന് കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് തന്നെ ആദ്യം ഗുണഭോക്തൃ പട്ടിക കൃത്യമാക്കുകയും അതിനുശേഷം പദ്ധതി കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനം. നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. 3000 ക്ഷേമ പെൻഷൻ എന്ന വാഗ്ദാനം സർക്കാർ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഇത് സർക്കാരിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണെന്നും എത്രയും വേഗം നടപ്പാക്കാനുള്ള ശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഏത് തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നോ എപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുമെന്നോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കുന്നതും അപേക്ഷകളിലെ അപാകതകൾ പരിഹരിക്കുന്നതും അർഹതാ മാനദണ്ഡങ്ങൾ വീണ്ടും വിലയിരുത്തുന്നതുമാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ നടത്തുന്നത്. സേവന പെൻഷൻ പോർട്ടലിലും അപേക്ഷകൾ, പരിശോധന, അംഗീകാരം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യവുമുണ്ട്: ഈ പരിശോധന കഴിഞ്ഞാൽ ഉടൻ 3000 ലഭിക്കുമോ? ഇതിന് ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്: പരിശോധന എന്നത് സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന നടപടിയാണ്. എന്നാൽ പരിശോധന പൂർത്തിയായ ഉടനെ 3000 രൂപ ലഭിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനായി സർക്കാർ പ്രത്യേക ഉത്തരവും ധനവകുപ്പിൻ്റെ അനുമതിയും ആവശ്യമാണ്. എന്നിരുന്നാലും സർക്കാർ സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നടപടികൾ നോക്കുമ്പോൾ ക്ഷേമ പെൻഷൻ പദ്ധതി കൂടുതൽ ക്രമീകരിക്കാനും ഭാവിയിൽ വാഗ്ദാനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ഒരു ഭരണ നടപടിയാണ്. 3000 ഇതിനോടകം അനുവദിച്ചെന്നത് ഒരു പ്രഖ്യാപനമല്ല. അവസാനമായി പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ക്ഷേമ പെൻഷൻ ഇപ്പോഴും 2000 രൂപ തന്നെയാണ്. 3000 പെൻഷൻ നടപ്പാക്കുമെന്ന വാഗ്ദാനം സർക്കാർ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ സമഗ്ര പരിശോധന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അർഹരായവർക്ക് ആനുകൂല്യം ഉറപ്പാക്കുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. 3000 അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സർക്കാർ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 3000 സംബന്ധിച്ച ഇത്തരത്തിലുള്ള സർക്കാർ ഉത്തരവുകൾ, ഗുണഭോക്തൃ പരിശോധനയുടെ പുരോഗതി, മറ്റ് പുതിയ പ്രഖ്യാപനങ്ങൾ, കാലാവസ്ഥാ അപ്ഡേറ്റുകൾ എന്നിവ ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഫോ മീഡിയ ബ്ലോഗ് ആയിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.